എന്നെ കേൾക്കുന്ന പ്രിയമുള്ളവരെ, ഇന്ന് വിലയേറിയതായ സമയത്ത് എനിക്ക് നിങ്ങളുടെ അടുത്തേക്ക് കടന്നു വരുവാനും സർവശക്തനായ ദൈവത്തിൻ്റെ കൃപയാൽ കരുണയാൽ എൻ്റെ പ്രിയ പ്രേക്ഷകരുമായി അല്പസമയം സമ്പാദിക്കുവാനും സ്വർഗത്തിലെ ദൈവം വഴിപാടുകൾ തുറന്നു തന്നതിന് ഞാൻ ദൈവത്തിൻ്റെ സ്തുതി സ്തോത്രയാഗങ്ങൾ അർപ്പിക്കുന്നു. നമ്മൾ ഇന്ന് ഈ കാലഘട്ടത്തിൽ എക്യുമെനിക്കൽ പ്രസ്ഥാനങ്ങൾ വളർന്നു വരുന്നതിനെക്കുറിച്ച് നാം കൂലങ്കഷമായി ചർച്ച ചെയ്യുകയും അതനുസരിച്ച് പ്രവർത്തിക്കുകയും ചെയ്യുന്ന ഒരു കാലഘട്ടമാണ്. എന്താണ് എക്യുമെനിക്കൽ പ്രസ്ഥാനം? നല്ലതാണ്. അതിൽ പ്രവർത്തിക്കുന്ന ദൈവം അനുഗ്രഹിക്കട്ടെ, അതിൻ്റെ പ്രവർത്തനങ്ങളെ ദൈവം അനുഗ്രഹിക്കട്ടെ. നല്ലൊരു കാര്യമാണ്. അത് ഏറ്റവും അനുയോജ്യവും ഈ കാലഘട്ടത്തിന് യോജിച്ചതും അത്യാവശ്യവുമായ കാര്യമാണ് എന്നുള്ളത് നാം ഓർത്തിരിക്കണം. എന്നാൽ ഇവിടെ വേറൊരു വലിയ പ്രസക്തി ചോദ്യം ഉയർന്നു വരുന്നത്, ഉദാഹരണം, ഒരു സഭയിൽപ്പെടുന്ന വ്യക്തി മറ്റൊരു സഭയിൽ ചെല്ലുമ്പോൾ അവരുടേതായിട്ടുള്ള ചട്ടക്കൂട്ടുകളിൽ നിന്ന് വേണം അതിനെ സ്വീകരിക്കുവാൻ അല്ലെങ്കിൽ അതിനെ അതിജീവിക്കാൻ എന്നുള്ളത് ഒരു വ്യവസ്ഥ. ബഹുമാനപ്പെട്ട കത്തോലിക്ക സഭ നല്ലതാണ്. നല്ല പ്രവർത്തന മേഖലകളുണ്ട്, നല്ല പ്രവർത്തന ശൈലികളുണ്ട്. അത് നമ്മൾ അംഗീകരിക്കുന്നു. വേറൊരു സഭയിൽ നിന്ന് കർത്താവായ യേശു ക്രിസ്തുവിൽ വിശ്വസിക്കുന്നു എന്ന് പറയുന്ന വേറൊരു സഭയിൽ നിന്ന് ഒരാൾ അവിടെ ചെന്ന് കഴിഞ്ഞാൽ, വിവാഹത്തിനോ മറ്റു കർമ്മങ്ങൾക്കോ അവിടെ ചെന്ന് ചേർന്നാൽ അവനെ ആ സഭയിൽ ചേർത്തതിന് ശേഷം മാത്രമേ അവർ തീരുമാനങ്ങൾ എടുക്കുകയുള്ളൂ എന്നുള്ളത് നാം മനസ്സിലാക്കണം. ഉദാഹരണമാണ് ഞാൻ പറഞ്ഞത്. അതുപോലെ ലോകത്തിലുള്ള ലക്ഷക്കണക്കിന് സഭകൾ, ദിവസവും പൊട്ടിമുളച്ചു വരുന്ന വിഭാഗങ്ങളിൽപ്പെടുന്നവർ, അവർ മറ്റ് സഭകളിൽ ചെന്നാൽ ആ സഭക്കാർ ഇവരെ അംഗീകരിക്കുന്നില്ല എന്നുള്ളത് നാം മനസ്സിലാക്കണം. അതെന്തുകൊണ്ട് സംഭവിക്കുന്നു എന്നുള്ളത് നമ്മുടെ ദൃഷ്ടിയിൽ ആശ്ചര്യവും അതിശയകരമായിരിക്കുന്നു. വേദപുസ്തകം ഒന്ന്, പിതാവായ ദൈവം ഒന്ന്, പുത്രനായ ദൈവം ഒന്ന്, പരിശുദ്ധാത്മാവെന്ന്, എല്ലാം ശരിയാണ്. ഏകത്വത്തിൽ ത്രിത്വവും ത്രിത്വത്തിൽ ഏകത്വവും വിശ്വസിക്കുന്ന സഭാവിഭാഗങ്ങൾ വേറൊരു സഭയിൽ നിന്ന് വേറൊരാൾ ചെന്നാൽ അവരുടെ സഭയിൽ അവർ ചേർത്തതിന് ശേഷം മാത്രമേ, അല്ലെങ്കിൽ അവരുടെ കൂദാശ കർമ്മങ്ങൾ അനുഷ്ഠിച്ചെങ്കിൽ മാത്രമേ അവർക്ക് അതിൽ പ്രവേശനമുള്ളൂ, അല്ലെങ്കിൽ അവരെ വിവാഹം നടത്തി കൊടുക്കൂ, അല്ലെങ്കിൽ സ്നാനപ്പെടുത്തി കൊടുക്കൂ എന്നുള്ളത് നാം മനസ്സിലാക്കണം. എന്നെ കേൾക്കുന്ന പുരോഹിത ശ്രേഷ്ഠരെ, വൈദിക ശ്രേഷ്ഠരെ, സഭാവിശ്വാസികളെ, ബഹുമാനപ്പെട്ട പാസ്റ്റർമാരെ, വലിയ പാസ്റ്റർ, ചെറിയ പാസ്റ്റർ, കൊച്ചു പാസ്റ്റർ, ഇങ്ങനെയുള്ള പാസ്റ്റർമാരെ, നിങ്ങൾ ഈ വേദപുസ്തകത്തിൻ്റെ പേരിൽ, തിരുവചനത്തിൻ്റെ പേരിൽ, ദൈവത്തിൻ്റെ പേരിൽ അന്യോന്യം നിന്ന് പോരടിക്കുന്നത് ശരിയോ എന്നുള്ളത് മനസ്സിലാക്കണം. ഏതാണ് സഭ യഥാർത്ഥത്തിലുള്ളത് എന്നുള്ളത് നിങ്ങൾക്ക് തന്നെ അറിയത്തില്ല. നിങ്ങൾ പറയും ഞങ്ങളുടെ സഭയാണ് നല്ലതോ, ഞങ്ങളുടെ സഭയാണ്. യേശു ക്രിസ്തു ഈ ലോകത്തിൽ വന്നപ്പോൾ ഒരു സഭയും സ്ഥാപിച്ചില്ല. പിന്നെയോ യഹൂദനായി ജനിച്ചു, യഹൂദ ആചാരപ്രകാരം വേണ്ടുന്ന കാര്യങ്ങളൊക്കെ ചെയ്തു. മാത്രമല്ല ശബ്ബത്ത് നാളിൽ അവരുടെ പള്ളികളിൽ പോയി പ്രസംഗിച്ചതായിട്ട് നാം കാണുന്നു. ഇവിടുത്തെ അതിനുശേഷം വന്ന സഭാവിഭാഗങ്ങൾ ദൈവം പറഞ്ഞു ഇന്ന സഭ എന്ന് എനിക്കുണ്ടാക്കണം എന്ന് പറഞ്ഞ് പണത്തിൻ്റെയും മസിൽ പവറിൻ്റെയും ജനങ്ങളുടെ പിന്തുണയുടെയും നേതൃത്വത്തിൽ സഭാവിഭാഗങ്ങൾ ഉണ്ടാകുകയും സഭാപ്രവർത്തനങ്ങൾ നടത്തുകയും ചെയ്ത ദുഷ്ടന്മാരായ ആളുകൾ അവരെന്താണ് ചെയ്തത്? അവർ സഭയെ ഭിന്നിപ്പിച്ച്, സഭയെ ദിവസവും ഭിന്നിപ്പിച്ചുകൊണ്ട് അവരുടെ ഇഷ്ടപ്രകാരം കാര്യങ്ങൾ നടത്തുന്ന ഒരു അവസ്ഥാവിശേഷത്തിൽ കടന്നു വന്നിരിക്കുന്നു.
എന്നെ കേൾക്കുന്ന പ്രിയമുള്ളവർ, പണ്ടേക്കും അല്ലെങ്കിൽ എക്യുമെനിക്കൽ പ്രസ്ഥാനങ്ങൾ നല്ലതാണ്, അത് ഞാൻ അനുകൂലിക്കുന്നു. പക്ഷേ ഇതുകൂടെ മാറുവാൻ അവർ സമ്മതിക്കണം. ഒറ്റ സഭ, ദൈവമൊന്ന്, പിതാവായ ദൈവമൊന്ന്, പുത്രനായ ദൈവമൊന്ന്, പരിശുദ്ധാത്മാവൊന്ന്, തിരുവചനമൊന്ന്. ഇതിനെ വിട്ട് പോകുന്ന വ്യവസ്ഥിതികൾ നിങ്ങളുടെ രീതിയിലുള്ള നിങ്ങളുടെ ജീവിത രീതിയിൽ ഒരിക്കലും നല്ലതല്ല എന്നുള്ളതാണ് എനിക്ക് പറയുന്നത്. അതുകൊണ്ട് എക്യുമെനിക്കൽ നല്ലതാണ്. ഏകത്വത്തിൽ ത്രിത്വവും, ത്രിത്വത്തിൽ ഏകമായിരുന്ന സഭ ഒരു കാലത്ത് ആത്മീയമായി വളർന്നു നിന്ന സഭ പിൽക്കാലത്ത് ചില ചതിയന്മാരുടെയും ചില വഞ്ചകന്മാരുടെയും ചില തത്വജ്ഞാനികളുടെയും ചില നികൃഷ്ടന്മാരാളുകളുടെയും ചിന്തയ്ക്ക് അതീതമായി അവരുടെ പ്രവർത്തനങ്ങൾക്ക് ഫലമായി സഭ ഛിന്ന ഭിന്നമായി തീർന്നു. അങ്ങനെ വന്ന സഭ ഇപ്പോൾ എക്യുമെനിക്കൽ പ്രസ്ഥാനവുമായി നടന്നാൽ എങ്ങനെ വിജയിക്കാൻ സാധിക്കും? എക്യുമെനിക്കൽ നല്ലതാണ്, അത് ഏറ്റവും അനുയോജ്യമാണ് എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത്. പക്ഷെങ്കിൽ ഇതുകൂടി മാറ്റിയെടുക്കുന്നത് ഈ എക്യുമെനിക്കൽ പ്രസ്ഥാനക്കാർ ചെയ്യുന്നത് നന്നായിരിക്കും എന്ന് ഉറപ്പിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്ക് ഉപസംഹരിക്കുന്നു. എൻ്റെ പേര് ബേബി മല്ലശ്ശേരി. താങ്ക് യു വെരി മച്ച്.